സോ വിടാമുയർച്ചി നമ്മുടെ തല അജിത്തിന്റെ 2 വർഷത്തെ പരാക്രമങ്ങൾക്കൊടുവിൽ തിയേറ്ററിലെത്തിയ ഒരു പടമാണ്. അപ്പോൾ അജിത്തിന്റെ ഫാൻസ് ഒക്കെ ഒത്തിരി പ്രതീക്ഷിച്ചു. അജിത് ഫാൻസ് മാത്രമല്ല, നമ്മൾ ഒത്തിരി പേരും അജിത്തിന് അങ്ങനെ അജിത് ഫാൻസ് എന്നല്ല, അജിത്തിന്റെ പടം ഇഷ്ടപ്പെടുന്ന എല്ലാവരും തന്നെ അജിത് സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ്. പക്ഷെ കുറച്ച് കാലങ്ങളായിട്ട് അധികം മികച്ചതെന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ല. അപ്പം ഈ ഒരു സിനിമ ഇത്രയും നാളുകൾക്ക് ശേഷം അല്ലെന്നുണ്ടെങ്കിൽ കുറെ പോരാട്ടങ്ങൾക്കൊടുവിൽ ഈ ഒരു സിനിമ വന്നു കഴിഞ്ഞപ്പോൾ പ്രേക്ഷകർക്കൊക്കെ നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു മികച്ചതായിരിക്കുമെന്ന്. അതുപോലെ തന്നെ ഇതൊരു ഇംഗ്ലീഷ് സിനിമയുടെ 97-ൽ പുറത്തിറങ്ങിയ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് സിനിമയുടെ ഒരു പതിപ്പ് കൂടി ആകുമ്പോൾ പ്രേക്ഷകരൊക്കെ കുറച്ചധികം പ്രതീക്ഷിച്ചു. അതുപോലെ തന്നെ അസർബൈജാൻ ബാക്കുവിൽ വെച്ച് നടക്കുന്ന ഒരു സിനിമ കൂടിയാണ്. അപ്പം ഇതിന്റെ ട്രെയിലറും കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ പ്രേക്ഷകർ കുറച്ചധികം തന്നെ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ എനിക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ, ഞാനിപ്പം ഫസ്റ്റ് ഷോ കണ്ട് കഴിഞ്ഞു വന്നതേ ഉള്ളൂ, പ്രത്യേകിച്ച് റിവ്യൂ പറയാൻ കുറച്ച് ലേറ്റ് ആയത് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത്രയ്ക്ക് പ്രത്യേകിച്ച് മികച്ചതെന്ന് പറയാൻ എനിക്കൊന്നും തോന്നിയില്ല. പുള്ളിക്ക് എന്തോ അസർബൈജാനിൽ എന്തോ കാര്യം ഉണ്ടായിരുന്നു. അവിടെ വരെ പോകുന്ന കൂട്ടത്തിൽ സുഹൃത്തായ അർജുൻ സർജയും അതുപോലെ തന്നെ തൃഷയും കൂടെ കൂട്ടി, അതേപോലെ തന്നെ അവരോടൊപ്പം തന്നെ റജീന കസാൻഡ്രയും കൂടെ കൂട്ടി കുറച്ച് കാറിന്റെ സ്റ്റണ്ടിങ് ഒക്കെ നടത്തി ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് സിനിമയാക്കി. അതുപോലെയാണ് എനിക്ക് തോന്നിയത്. അതിനപ്പുറം മികച്ചത് എന്ന് പറയാൻ, അല്ലെങ്കിൽ സിനിമ കണ്ടു തുടങ്ങി കഴിയുമ്പോൾ, അല്ലെ ആ സിനിമയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വാവ് ഫീലിംഗ് കിട്ടുന്ന ഒന്നും തന്നെ ഇല്ല. ഒരു കൈയടിക്കാൻ തോന്നുന്ന സംഭവങ്ങളോ ഒന്നും തന്നെ ആ ഒരു സിനിമയിൽ ഇല്ല. ഇതൊരു എന്താ പറയുന്ന ഒരു ക്രൈം ത്രില്ലർ സസ്പെൻസ് എന്നുള്ള ഒരു ജേർണലിൽ ഇറങ്ങുന്ന ഒരു സിനിമയാണെങ്കിൽ പോലും അതിന് മാത്രമുള്ള ത്രില്ലറോ സസ്പെൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. അത് മികച്ച നിൽക്കുന്ന ആക്ഷൻ എന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല. പക്ഷെ സസ്പെൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സസ്പെൻസ് ഉണ്ടെന്ന് തോന്നിക്കുന്ന രീതിയിൽ ഒരു സംഭവം ഇട്ട് തരുന്നുണ്ട്. പക്ഷെ ആ ഒരു തോന്നൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേനും അത് വെറും നമുക്ക് തോന്നൽ മാത്രമായി പോകുന്ന ഒരു സസ്പെൻസ് ആയിപ്പോയി. എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു സിനിമ തുടങ്ങി അസർബൈജാനിൽ ബാക്കുവിൽ വെച്ചിട്ട് തുടങ്ങുന്ന ഒരു സിനിമ, കഥ പറയുന്നില്ല, സ്പോയിലർ ആകുന്നില്ല, കാണാനുള്ളവരൊക്കെ കണ്ടുകൊള്ളുക. അതിന് പോയി കണ്ട എന്ന് ഞാൻ പറയുന്നില്ല. കണ്ടു കഴിയുമ്പോൾ ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായങ്ങളാണല്ലോ. ഓരോ സിനിമയും ഓരോ പ്രേക്ഷകനും ഓരോ അഭിപ്രായങ്ങളാണ് നൽകുന്നത്. എനിക്ക് കിട്ടുന്ന അഭിപ്രായം ആയിരിക്കത്തില്ല നിങ്ങൾ പലർക്കും. അതുകൊണ്ട് തന്നെ കാണാനുള്ളവർ കണ്ടുകൊള്ളുക. അപ്പം എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആ ഒരു സിനിമ എടുത്തു തുടങ്ങിയപ്പോൾ ഒരു ഇംഗ്ലീഷ് സ്റ്റൈലിൽ സിനിമ എടുക്കാനും ഒക്കെ ശ്രമിച്ചിരുന്നെങ്കിൽ പോലും അത്രയ്ക്ക് അങ്ങോട്ട് അത് എഫക്റ്റീവ് ആയിട്ടില്ല. പിന്നെ ക്യാമറയും കാര്യങ്ങളും ഓക്കെയാണ് കേട്ടോ. ക്യാമറ അത് മാത്രമാണ് ഈ ഒരു സിനിമയിൽ പോസിറ്റീവ് എന്ന് പറയാനുള്ളൂ. നല്ല മികച്ച വിഷ്വൽസ് കുറെ ഉണ്ടായിരുന്നു. ക്യാമറ രീതികളും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ ആവിഷ്കരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കഥയോ തിരക്കഥയോ ഇതിന് പ്രത്യേകിച്ച് നല്ലതെന്ന് തോന്നുന്ന ഒരു ബലമുള്ള ഒരു കഥയും തിരക്കഥയും ഈ ഒരു സിനിമയ്ക്ക്, വിടാമുയർച്ചി എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് കൊടുത്തിട്ടില്ല. നമ്മുടെ ആ ഒരു ബ്രേക്ക് ഡൗൺ സിനിമയുമായിട്ട് കുറച്ച് കൂട്ടിച്ചേർക്കലൊക്കെ വെച്ചിട്ടാണ് തമിഴിന്റെ ഈ ഒരു സിനിമ ഇറങ്ങുന്നത്. എന്നാൽ ഒട്ടും തന്നെ നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് അങ്ങോട്ട് ദഹിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള കഥയോ തിരക്കഥയോ ഒന്നും ഇതിനകത്ത് കണ്ടില്ല. അപ്പം അജിത്തിന്റെ വൈഫാണ് നമ്മുടെ തൃഷ ഇതിനകത്ത് വരുന്നത്. അപ്പം തട്ടിക്കൊണ്ട് പോകുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സിനിമയാണ്. ആദ്യ പകുതിയിൽ ആ ഒരു തട്ടിക്കൊണ്ട് പോകും കാര്യങ്ങളും കുറച്ചൊരു സസ്പെൻസ് ത്രില്ലറിലേക്ക് പോകുവാണോ സിനിമ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയിരുന്നു. കാരണം ആദ്യ പകുതി എന്താണ് നടക്കുന്നത്, എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ തോന്നുന്ന രീതിയിൽ കുറച്ച് എന്താ പറയുന്നത്, ഒരു ലാഗ് ഫീലിംഗ് അത്രയ്ക്ക് തോന്നിയില്ല. എന്നാൽ പോലും ഒരു ചെറിയ രീതിയിൽ ബോർ അടിപ്പിക്കുന്നുണ്ടോ, എന്താണ് നടക്കുന്നത് എന്നുള്ള ഒരു രീതിയിലേക്ക് ഞാൻ ചിന്തിച്ചു തുടങ്ങുന്നുണ്ടായിരുന്നു. എന്നാൽ ഇത് കണ്ടിരിക്കുമ്പോൾ എന്താ അടുത്ത് നടക്കാൻ നമുക്കൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ത്രില്ലിങ്, ഞാൻ പറഞ്ഞില്ലേ, ഒരു സസ്പെൻസ് ഫീൽ വരുന്നുണ്ടായിരുന്നു. എന്തോ വരാനിരിക്കുന്നുണ്ട്, എന്തോ സംഭവം വരാൻ പോകുവാണ്. പക്ഷെ ആദ്യ പകുതി തീരുന്നോടം വരെ നമ്മളെ ആ ഒരു ഇപ്പൊ എന്തേലും നടക്കും, ഇപ്പൊ നടക്കാൻ പോകും, ഇപ്പൊ എന്തോ സംഭവം ഉണ്ട് എന്നുള്ള ആ ഒരു ഫീല് തന്നിട്ട് ആദ്യ പകുതി അങ്ങ് അവസാനിച്ചു. അപ്പൊ രണ്ടാം പകുതിയിൽ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇതിൽ എന്തൊക്കെയോ ട്വിസ്റ്റ് വരുന്നുണ്ട്, ട്വിസ്റ്റ് ആൻഡ് ടേൺസ്, ഭയങ്കര ത്രില്ലിങ് സംഭവങ്ങൾ എന്തൊക്കെയോ വരാനുണ്ട്. ആദ്യ പകുതി എങ്ങനെയും അങ്ങനെ പോയല്ലോ, എന്നാൽ സെക്കൻഡ് ഹാഫിലായിരിക്കും ഇനി എന്തെങ്കിലും വരാനിരിക്കുന്നതെന്ന് നമ്മൾ പ്രതീക്ഷിച്ചെങ്കിലും സെക്കൻഡ് ഹാഫിൽ ഒന്നും തന്നെ ഇല്ല. ഭയങ്കര ലാഗ്. പ്രത്യേകിച്ച് നമുക്ക് ആ ആദ്യ പകുതിയിൽ നമുക്ക് തന്ന ത്രില്ലോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അജിത്തിന്റെ സൈഡിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു ആക്ഷനോ സംഭവങ്ങളോ ഒക്കെ പ്രതീക്ഷിച്ചെങ്കിൽ അതൊന്നും ഉണ്ടായില്ല. ചെറിയ രീതിയിൽ കുറച്ച് സംഘടനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. ഒരു പ്രത്യേകിച്ചൊരു ആദ്യ പകുതി നമുക്ക് നൽകിയ ആ ഒരു സസ്പെൻസോ ത്രില്ലിംഗ് എക്സ്പീരിയൻസോ രണ്ടാം പകുതിയിൽ കൊടുക്കാൻ സാധിച്ചില്ല. ആ ആദ്യ പകുതിയിൽ കൊടുത്ത ആ ഒരു കഥ അതിലും മോശമായ രീതിയിലേക്കായി പോയി ആ ഒരു തിരക്കഥയുടെ പോക്ക് രണ്ടാം പകുതിയിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു എന്താ പറയുന്ന ഒരു ഗൂസ് ബം മൊമെന്റ്സോ അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് കൈയടിച്ചേക്കാം, ഒരു വൗ ഫീലിംഗ് തോന്നുന്ന
പോകുന്ന ഒരു സംഭവങ്ങളോ ഒന്നും തന്നെ ഈ ഒരു സമയം ഈ ഹാഫ് ടൈം കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൽ പ്രേക്ഷകരെ സംബന്ധിച്ച് ഒന്നും ഉണ്ടായില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ എല്ലാവരും തന്നെ ഉറങ്ങി എന്നൊക്കെ തന്നെ നമുക്ക് പറയേണ്ടി വരും. ആ ഒരു അവസ്ഥയിലായിരുന്നു തിയേറ്ററിലെ അവസ്ഥ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത്. പിന്നെ ഈ പറയുന്നത് പോലെ കുറച്ച് ആക്ഷൻ രംഗങ്ങളൊക്കെ ഭയങ്കര സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുറെ BGM ഒക്കെ അടിച്ചു കയറ്റിയിട്ടുണ്ട്. നല്ല ഭയങ്കര ലെവലിലുള്ള കുറച്ച് BGM അടിച്ചു കയറ്റിയെങ്കിലും ഈ ഒരു സംഘടനകളിലൊക്കെ ഭയങ്കര വേറെ ലെവലാണെന്ന് അറിയിക്കാൻ കുറച്ച് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അനിരുദ്ധിന്റെ മ്യൂസിക് നമുക്കറിയാം, എല്ലാം നല്ല മികച്ച രീതിയിലുള്ള മ്യൂസിക്കുകളാണ്. പക്ഷെ ഈ ഒരു സിനിമയിൽ അത്രയ്ക്ക് മികച്ചതെന്ന് തന്നെ പറയാനില്ല. പക്ഷെ ഈ ഒരു സിനിമ എന്തോ വേറെ ലെവലിൽ ഒരു മാസാക്കാൻ വേണ്ടിയിട്ട് കുറെ മ്യൂസിക് ഒക്കെ അടിച്ച് കയറ്റിയിട്ടൊക്കെ ആള് ശ്രമിച്ചിട്ടുണ്ട്. അതിലപ്പുറം പുള്ളിക്ക് ഒന്നും ചെയ്യാനില്ല. കാരണം നല്ലൊരു കഥയും തിരക്കഥയും അടിസ്ഥാനമാക്കി മികച്ചൊരു സ്റ്റോറി ലൈൻ പോയാൽ മാത്രമല്ലേ കുറെ BGM ഒക്കെ ഇട്ടിട്ട് കാര്യമുള്ളൂ. അതുപോലെ തന്നെ ക്യാമറയും മികച്ച രീതിയിൽ നിന്നിട്ട് കാര്യമില്ല. ഈ പറയുന്ന ഹോളിവുഡ് സ്റ്റൈലിൽ ഒരു സംഭവങ്ങളൊക്കെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരു സംഭവം മൊത്തത്തിൽ ആ ഒരു സിനിമയിൽ ഉണ്ടെങ്കിൽ മാത്രമല്ലേ ആ ഒരു സിനിമ കണ്ടിരിക്കുന്ന നമുക്കത് എന്തെങ്കിലുമൊക്കെ തോന്നത്തുള്ളൂ. എന്താണെന്നുണ്ടെങ്കിലും ഈ പറയുന്നത് പോലെ രണ്ടാം പകുതി ആദ്യ പകുതിയിൽ തന്നെ ആ ഒരു തോന്നൽ മാത്രം, സസ്പെൻസ് ത്രില്ലിംഗ് തോന്നൽ മാത്രമായി പോയി. പ്രത്യേകിച്ച് ഒന്നുമില്ലാതെ ലാഗ് അടിപ്പിച്ച് ബോറടിപ്പിച്ച് എന്തൊക്കെയോ ചെയ്തു കൂട്ടണമെന്ന രീതിയിൽ ഒരു താല്പര്യമില്ലാത്ത അജിത്തിന്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മുഖഭാവമാണെന്നുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു ഒരു താല്പര്യമില്ലാതെ ആ സിനിമയിൽ അഭിനയിച്ചതുപോലെയുണ്ട്. മൊത്തത്തിൽ ശോകമുഖമായിട്ടുള്ള ഒരു അഭിനയമായിരുന്നു. എന്തോ ചെയ്യണമല്ലോ അങ്ങനെയൊക്കെ എന്തോ ഒരു ഫീല് ഉണ്ടായിരുന്നത് പോലെ അജിത്തിന്റെ ആ ഒരു മുഖഭാവം കൊണ്ട് തോന്നി. പിന്നെ തൃഷ ആസ് യൂഷ്വൽ നമുക്കറിയാം ഇപ്പോഴും ഈ ഒരു ഏജിലും ആ ഒരു ടീനേജിൽ നിൽക്കുന്നത് പോലെയൊക്കെ തന്നെ തോന്നുന്നു. കൊടുത്ത രംഗങ്ങൾ ഒരു പരിധി വരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വില്ലനായിട്ട് വരുന്ന അർജുൻ സർജ ഇനിയെങ്കിലും ഇതുപോലെ എന്ത് കമ്മിറ്റ്മെന്റിന്റെ പേരിലാണെന്ന് പറഞ്ഞാൽ പോലും ഇതുപോലെയുള്ള പടങ്ങൾ ചെയ്യാതിരിക്കുക. പുള്ളിയുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ തമിഴ്നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ മലയാളികൾക്കിടയിലാണെന്നുണ്ടെങ്കിലും ഉണ്ട്. ഒരു ആക്ഷൻ ഹീറോ അല്ലെന്നുണ്ടെങ്കിൽ ആക്ഷൻ സ്റ്റാർ എന്ന നിലയിൽ അർജുൻ സർജയ്ക്ക് ഒരു വാല്യൂ ഉണ്ട്. അത് നശിപ്പിക്കുന്ന രീതിയിലായി പോയി ഈ പടവും. പ്രത്യേകിച്ച് പുള്ളിക്കൊരു എന്താ പറയുക, അത് മികച്ച രീതിയിൽ കൊടുക്കുന്ന ആക്ഷൻ രംഗങ്ങളോ കാര്യങ്ങളോ തന്നെ ഒന്നുമില്ല. ഒരു 5-6 വർഷം മുന്നേ നടക്കുന്ന കുറച്ച് ആക്ഷൻ സീക്വൻസുകളും അതും ആ ഒരു രീതിയിൽ നടക്കുന്ന സംഘടന സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ അജിത്തിനെ സംബന്ധിച്ചൊരു റേസറാണ്, കാർ റാലി ആയി ബന്ധപ്പെട്ട ഒരു സംഭവങ്ങളായതുകൊണ്ട് കാറിന്റെ കുറച്ച് വണ്ടികൾ ഇട്ടിട്ടുള്ള ഒരു കുറച്ച് സ്റ്റണ്ടിങ്ങും കാര്യങ്ങളും ഇടയ്ക്ക് മീറ്ററൊക്കെ കാണിച്ച് വണ്ടിയുടെ സ്പീഡ് കയറുന്നുണ്ടെന്നൊക്കെ ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. സൂം എഫക്റ്റിലൊക്കെ ഇട്ടും ഭയങ്കര സെറ്റപ്പ് ഇട്ടും പിന്നെ വണ്ടി കൊണ്ട് കുറച്ച് സ്റ്റണ്ടിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്തി അനാവശ്യമായിട്ട് കുറച്ച് ഗൂസ്ബം മൊമെന്റ്സ് ഒക്കെ തരാൻ വേണ്ടി BGM ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനപ്പുറം ഈ സിനിമയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ല. ക്ലൈമാക്സും എന്തൊക്കെയോ കാണിച്ച് കൂട്ടി അവസാനിപ്പിച്ചു, അത്ര തന്നെ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് അസർബൈജാനിൽ പോകേണ്ട എന്തോ കാര്യമുണ്ടായിരുന്നു. അവിടെ ബാക്കുവിൽ കുറച്ച് ഹോളിഡേയ്സ് എൻജോയ് ചെയ്യാൻ എന്തോ പോയതാണെന്ന് തോന്നുന്നു. ആ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു സിനിമ, അതും ഈ ഇത്രയും എന്തോ 300 കോടിക്ക് എന്തോ ബഡ്ജറ്റിൽ ഇറക്കിയ സിനിമയാണെന്നൊക്കെയാണ് കേൾക്കുന്നത്. ഈ 300 കോടിക്ക് ഇവിടെ പോയി ഇങ്ങനെ ഒരു സിനിമ ഇറക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? കാരണം മികച്ചൊരു തിരക്കഥയോ ഒന്നുമില്ലാതെ ഇങ്ങനെ ഒരു സിനിമയ്ക്കൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അതിന്റെ പകുതി പോയിട്ട് 10-15% കിട്ടുമോ എന്ന്. കാരണം എത്ര അല്ലെങ്കിൽ അജിത് ഫാൻസ് ആണെന്ന് പറഞ്ഞാൽ പോലും എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ പോയി കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ തന്നെ ഓൾറെഡി നമ്മുടെ ഇതിന്റെ റിവ്യൂസും അല്ലെന്നുണ്ടെങ്കിൽ തിയേറ്റർ ഫസ്റ്റ് ഫാൻസ് ഷോയുടെ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാക്സിമം കുറെ പേര് മികച്ചത് എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിന്റെ എല്ലാവരും തന്നെ ഇതിന്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു എങ്ങനെയുണ്ട് ഈ സിനിമ എന്നതിനെ പറ്റി. അപ്പം കാണാനുള്ളവരൊക്കെ പോയി കണ്ടോളുക. പിന്നെ പൈസ കളയാനായിട്ട് പോകണ്ടെന്നേ ഞാനും പറയത്തുള്ളൂ. അതിന് മാത്രമുള്ള സംഭവങ്ങളൊന്നും ഇല്ല. ഒരു ഇംഗ്ലീഷ് സ്റ്റൈലിൽ പിടിക്കാൻ നോക്കി പാളിപ്പോയി. എന്നാൽ പോസിറ്റീവ് എന്ന നിലയിൽ ആകെ പറയാനുള്ളത് ക്യാമറ കൈകാര്യം ചെയ്തയാൾ മികച്ച കുറച്ച് വിഷ്വൽസ് ഒപ്പിയെടുത്ത് വെച്ചിട്ടുണ്ട്. അസർബൈജാന്റെ കുറച്ച് ഭാഗങ്ങളും കാര്യങ്ങളും ഉള്ളൂ. അതിൽ കൂടുതലൊന്നും ഈ ഒരു സിനിമയെ സംബന്ധിച്ച് നമുക്കൊരു ഗൂസ് ബം മൊമെന്റ്സോ വാവ് ഫീലിങ്ങോ ഇടയ്ക്കെങ്കിലും ഒന്ന് കൈയടിക്കാമെന്ന രീതിയിൽ ഒന്നും തന്നെ ഇല്ല. പിന്നെ പാട്ടുകളും കാര്യങ്ങളും ഒക്കെ ഹിറ്റാണ്. തുടക്കം തന്നെ നമ്മുടെ സവരീത എന്ന് പറയുന്ന ആ ഒരു ട്രെൻഡിങ് സോങ്ങോട് കൂടി തന്നെയാണ് സിനിമ തുടങ്ങുന്നത് തന്നെ. ബട്ട് ഒരു ക്രിഞ്ച് ലവ് സ്റ്റോറിയുമായിട്ടാണ് തുടങ്ങിയത്. അപ്പൊ തന്നെ ഞാൻ ഉദ്ദേശിച്ചത് എങ്ങോട്ടാണ് പോകുന്നത്, മിക്കവാറും അട്ടർ ഫ്ലോപ്പിലേക്ക് തന്നെയായിരിക്കും പോകുന്നത്. അതുപോലെ തന്നെ സംഭവിച്ചു. വേറെ പ്രത്യേകിച്ച് ഒന്നും നടന്നിട്ടില്ല. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ അജിത് കുമാറിന്റെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള വിടാമുയർച്ചയുടെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ റിവ്യൂ എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. സോ ഇത് പോയി കാണുന്നവരും കണ്ടവരും സിനിമ എങ്ങനെ ഉണ്ടായിരുന്നെന്നും അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു അഭിപ്രായമാണോ നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്, അതുപോലെ മികച്ചതെന്ന് തോന്നുന്നവരുണ്ടോ, ഇതിന്റെ വേറെ എന്തെങ്കിലും മറിച്ചൊരു അഭിപ്രായങ്ങളൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക സിനിമ എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ. അപ്പം കൂടുതൽ സിനിമ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.